എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതാ ഉറക്കം എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫസ്റ്റ് ഇപ്പോൾ ക്യാരറ്റ് ഓയിൽ അങ്ങ് തേച്ച് ഒരു 10-15 മിനിറ്റ് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് ഫേസിൽ ഇതാവുമല്ലോ. നല്ല ഓയിലാണ്, നല്ല ഓയിലെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ ഫേസ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ പരിപാടികൾ. അങ്ങനെ ക്യാരറ്റ് ഓയിൽ തേച്ച് കേശുക്കുട്ടന് തേച്ച് കൊടുത്താൽ ഭയങ്കര ദേഷ്യമാണ്. ഈ പിള്ളേർക്ക് ഈ ഓയിലൊക്കെ തേച്ചുകൊണ്ട് നിൽക്കാനൊക്കെ ഭയങ്കര ഇതല്ലേ. അപ്പോൾ മോനാകുമ്പോൾ ഞാൻ ദേഹം ഫുള്ള് തേച്ച് കൊടുക്കും. അപ്പോൾ പറയും എനിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഓയിൽ തേക്കുമ്പോഴേക്കും ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ വേണം തേക്കാനായിട്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് നമുക്ക് ഈ മസാജ് ചെയ്യാനൊന്നും അറിഞ്ഞൂടെങ്കിൽ അറിയാത്ത പണിക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. എനിക്കും അത്രയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു തരാനൊന്നും അറിഞ്ഞൂടെ, അതുകൊണ്ട് അത് ഞാൻ പറയണില്ല. ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യും. കഴുത്തിലെ കറുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ലൈറ്റനിങ് ആവണുണ്ട് കേട്ടോ. നല്ല ഒരു വ്യത്യാസമൊക്കെ വരണുണ്ട്. പിന്നെ ഇത് ഉരുക്ക് വെളിച്ചെണ്ണയിലാണെങ്കിൽ ഒന്നും കൂടെ പൊളിയാണ്. പക്ഷേ എനിക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോഴേ അയ്യോ എൻ്റെ നടു ഒടിയും പോലെ തോന്നും. ഭയങ്കര ജോലിയാണല്ലോ. നമ്മളത് ചെയ്തെടുത്താൽ അതിൻ്റേതായ ഉപയോഗമുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ച് എനിക്ക് സെയിൽ ചെയ്യാനായിട്ട് വയ്യ ഉരുക്ക് വെളിച്ചെണ്ണ. പൂപ്പാടഞ്ചും വരും. അപ്പോൾ കേശക്കുട്ടനെ മാത്രം കുറച്ച് ഉരുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. ഫ്രിഡ്ജിൽ ഇരിക്കുന്നതൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ തണുപ്പ് മാറണമല്ലോ. അപ്പോൾ നല്ല സംഭവങ്ങളൊക്കെ എടുത്ത് വെളിയിൽ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്താ ഇന്നലെ വാങ്ങിച്ച് വെച്ചിട്ട് മീനാണ്, കൊഴിയാള മീൻ. അതെടുത്ത് വെളിയിൽ വെച്ചിട്ട് ദോശയാണ്. അപ്പോൾ ദോശ മാവ് കൂടെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് അപ്പോൾ കുറേ കഴിയുമ്പോൾ തണുപ്പങ്ങ് മാറിയിരിക്കുമല്ലോ. ഇല്ലെങ്കിൽ ഭയങ്കര തണുത്ത് ഉറങ്ങിങ്ങനെ ഇരിക്കൂലേ. ആ പാല് ദോശമാവ് അതെല്ലാം എടുത്ത് വെളിയിൽ വെച്ചിട്ട് ചോറ് വയ്ക്കാനായിട്ട് വെള്ളം കൂടെ അടുപ്പത്ത് വെച്ചിട്ട് ഇനി കുളിക്കാനായിട്ട് പോകണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ക്യാരറ്റ് ഓയിൽ മുഖത്തൊന്ന് നന്നായിട്ട് പിടിക്കണം. അങ്ങനെ തണുപ്പ് മാറാനുള്ള സാധന സാമഗ്രികളൊക്കെ എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ച് കേശുക്കുട്ടൻ്റെ യൂണിഫോം എല്ലാം തേച്ച് വെച്ചതിന് ശേഷം കുളിക്കാനായിട്ട് കയറാമെന്ന്. അപ്പോഴേക്കും ആ ജോലി അങ്ങ് തീരുമല്ലോ. ഇല്ലെങ്കിൽ എന്തെന്നറിയാമോ, എല്ലാ ജോലിയും തീർത്തിട്ട് ഓടി പിടച്ച് വന്നിട്ടാണ് കേശുക്കുട്ടൻ്റെ യൂണിഫോമൊക്കെ തേക്കണത്. ഇത് ഞാൻ എല്ലാം ഒന്ന് കുറച്ചൊന്ന് കൺട്രോൾ ആക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം മൊത്തം ജോലി എനിക്ക് ഒന്നിനും സമയമില്ല എന്ന് പറയുമല്ലോ, ആ രീതിയിലാണ് ഇപ്പം എൻ്റെ പോക്ക് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ചും കൂടെ ഒന്ന് പ്ലാനിങ്ങോടുകൂടി എൻ്റെ ജോലികൾ ഏതൊക്കെ എപ്പോഴൊക്കെ തീർക്കണം എന്നൊരു പ്ലാനിങ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു കാര്യവും നടക്കാത്ത അവസ്ഥയായി പോവും. പണ്ട് പറയാറുണ്ടല്ലോ, നായ ഓടിയിട്ട് കാര്യമില്ല നായ്ക്കിരിക്കാൻ സമയമില്ലെന്ന്. അതുപോലെ ആവും എൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത ദിവസം തൊട്ട് ഞാനിങ്ങനെ പ്ലാനിങ്ങോടുകൂടെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. മുമ്പ് അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് പ്ലാനിങ് ചെയ്ത് ഒരാഴ്ചത്തേക്കുള്ള എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, എന്തൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് അങ്ങനെയൊക്കെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി. അങ്ങനെ കേശുവിൻ്റെ യൂണിഫോമൊക്കെ തേച്ച് വെച്ചിട്ട് പോയി കുളിച്ചിട്ട് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല കേട്ടാ. അതിന് മുമ്പേ നമ്മുടെ ഒരു ദിവസം ഇവിടെ ആരംഭിക്കുമല്ലോ. അപ്പോൾ ചില ദിവസങ്ങളിൽ എന്തെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഉറക്കക്കുറവുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഞായറാഴ്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം കിടന്നുറങ്ങിയിട്ട് എഴുന്നേക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ എഴുന്നേൽക്കുമ്പോഴേക്ക് എനിക്ക് ക്ഷീണം കുറഞ്ഞെന്നല്ല, ക്ഷീണം കുറേ കൂടെ കൂടിയതായിട്ട് തോന്നും. അതിരാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ അല്ലാതെ കിട്ടൂലേ കേട്ടോ. അപ്പോഴേക്ക് നല്ല മഴ തുടങ്ങി. എഴുന്നേറ്റ സമയത്ത് ചെറിയ ചാറ്റിലെന്തോ ഉണ്ടായിരുന്നിരിക്കും, നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ പക്ഷേ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോൾ ഭയങ്കര മഴ തകർക്കയാണ്. അപ്പോൾ രാവിലെ നല്ല മഴയത്ത് കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. ഒന്നാമത്തെ ഇപ്പോൾ മഴ ശരിയൊക്കെ എനിക്ക് പ്രശ്നമില്ല, തുണി ഉണക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ ടെൻഷന്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം തന്നെ എനിക്ക് ഇതാണ് ഇഷ്ടം കേട്ടോ, നമ്മുടെ നമ്മൾ സൺസ്ക്രീൻ ഉണ്ടല്ലോ. പക്ഷേ ആദ്യം മോയ്സ്ചറൈസിങ് ക്രീം ഇടണമെന്നാണ് പറയാറ്. അത് ഞാൻ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല കേട്ടോ. ഞാൻ ആദ്യമേ ഈ സൺസ്ക്രീൻ ഇടും. ഇതാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലോയിങ് എഫക്റ്റും കൂടെയാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ സൺബാനിൻ്റെ തന്നെയാണ് വർഷങ്ങളോണ്ട് യൂസ് ചെയ്യണത്. അങ്ങനെ സൺസ്ക്രീനൊക്കെ നല്ലതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് പോലും ഞാനാണെങ്കിൽ എപ്പോഴും സൺസ്ക്രീന് കൂടെ കൊണ്ട് നടക്കുന്ന ആളാണ്. ഈ സൺസ്ക്രീൻ ഇടാതെ പുറത്തോട്ട് പോലും ഇറങ്ങൂല. എന്നിട്ട് തന്നെ ഞാൻ എന്തിനെങ്കിലും ഇങ്ങനെ പാർലറിൽ ചെല്ലുന്ന സമയത്ത് അവർ പറയും നല്ല സൺ ടാൻ ഉണ്ട് കേട്ടോ. എനിക്ക് അത് കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും. ഇത്രയും ശ്രദ്ധിച്ചിട്ടും വീണ്ടും സൺ ടാൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ദേഷ്യം തോന്നുമല്ലോ. അങ്ങനെ സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ലിപ് ബാമും ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറി പിന്നെ പൊട്ടും കൂടെ ഇട്ടാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അച്ഛനും മോനും സുഖ ഉറക്കമാണ് കേട്ടോ. വെളിയിൽ നല്ല മഴയും
ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ സമയമാണ് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത്. ഞാൻ മാത്രമേ വീട്ടിൽ ഉണർന്നിരിക്കുകയുള്ളൂ. ഞാനും എൻ്റെ വീടും പിന്നെ എന്ത് പറയാനായിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ആ സുപ്രഭാതവും അല്ലെങ്കിൽ സഹസ്രനാമങ്ങളും എല്ലാം ആയിട്ട് പിന്നെ പുറത്തുള്ള കുറേ കിളികളെ സൗണ്ട് കേൾക്കാൻ കേട്ടാൽ നല്ല രസമാണ്. അത് രാവിലെ മാത്രമേ കേൾക്കോളം തോന്നുന്നു. എന്തോ എനിക്കറിഞ്ഞുകൊണ്ട് രാവിലെയും നല്ല കുറച്ചേ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കൊക്കെ ശ്രദ്ധിച്ചാൽ അപ്പോഴും കേൾക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴെല്ലാവരും സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഒരു ഭയങ്കര രസമാണ്. അങ്ങനെ ഇനി വിളക്ക് കത്തിക്കണം. അപ്പോൾ മഴ ഒന്ന് തോന്നതിന് ശേഷമാണ് വിളക്കൊക്കെ ഞാൻ എടുത്തത്. പുറത്ത് കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ മഴ തോന്നാലല്ലേ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുപോയി വിളക്കൊക്കെ തേച്ച് തിരിച്ചു കൊണ്ടുപോയി. ചെറുതായിട്ടൊരു ചാറ്റലുണ്ട്, ഇപ്പോഴും വലിയ മഴയില്ല. പക്ഷേ ഇപ്പോഴും നേരം വെളുക്കാതെ ഇങ്ങനെ നിൽക്കണത് ആ മഴക്കോളം കൂടെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5:45 ആകുമ്പോഴത്തേനും നല്ല വെട്ടം വീഴും. ഇതിന് മുന്നേ അറിയാമല്ലോ 6:30 മണി ആയാലും നേരം വെളുക്കുകളായിരുന്നു. ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറി. ഇതാ ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേക്ക് വീണ്ടും നല്ല മഴ തുടങ്ങി. നമ്മൾ പോസ്റ്റിലെ ലൈറ്റ് ഇന്നെന്തായാലും കത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് തോന്നുമ്പോൾ മാത്രമേ കത്തുള്ളൂ, അല്ലാത്തപ്പോൾ കത്തൂല. ഇങ്ങനെ മിന്നി നിൽക്കും. അതുപോലൊരു ഇടണക്കേട് വേറെ ഇല്ല. ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്നു അങ്ങനെ മിന്നി നിൽക്കുമ്പോഴേ. അങ്ങനെ ഞാൻ ആദ്യത്തെ തിരി കത്തിച്ച് പുറത്തൊക്കെ ഇട്ടിട്ട് ഇനി വിളക്ക് കത്തിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ പണ്ട് അമ്മാമ്മയൊക്കെ പറയും ആദ്യത്തെ തിരി കത്തിച്ച് പുറത്തിടണം. കാരണം ആദ്യത്തെ തിരി കാണുമ്പോഴേക്ക് മൂദേവിയാണ് വരണത്. തിരിയല്ല, വെളിച്ചം കാണുമ്പോഴേക്ക്. അതുകൊണ്ട് അങ്ങനെ ഒരു തിരി കത്തിച്ച് പുറത്ത് വയ്ക്കും. അപ്പോൾ പണ്ട് അമ്മ പറയാറുണ്ട് ചെറിയൊരു കമ്പിലെന്തോ അവർ കത്തിച്ചിങ്ങനെ പുറത്ത് കൊണ്ട് വെച്ചിരിക്കുമെന്ന്. ഇപ്പം നമ്മൾ ഇതിങ്ങനെ എന്താ പറയുക തീപ്പെട്ടി ഉരച്ച് കളയല്ലേ ഉള്ളൂ. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞ് നേരെ ഇനി അടുക്കളയിൽ ചെന്നപ്പോഴേക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, ആ ചേച്ചി 4 മണിക്ക് ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. ആ ചേച്ചിക്ക് ജോലിക്കൊക്കെ പോകണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ചേച്ചി ഒന്ന് അപ്പച്ചട്ടി അവരപ്പച്ചട്ടിക്ക് എന്തോ പ്രശ്നം, അപ്പം ഇളവണില്ല. അങ്ങനെ ഞാൻ പിന്നെ അടുക്കളയിൽ ചെന്നോട്ട് ഞാൻ ചേച്ചിക്ക് ഒരു അപ്പച്ചട്ടി കൊണ്ട് കൊടുക്കുകയാണ്. നമ്മളങ്ങനെയല്ലേ, എന്ത് സാധനം ഇല്ലെങ്കിലും പെട്ടെന്ന് ഒരു ഫോൺ കോളിൽ നമുക്കിത് അപ്പം കിട്ടിക്കോളും. അയൽവക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഏറ്റവും വലിയൊരു ഉപകാരമെന്ന് പറയണത്. അങ്ങനെ ഞാൻ ചേച്ചിന് അധികം വീഡിയോ എടുക്കണില്ല കേട്ടോ, കാരണം ചേച്ചി ഉറക്കം എഴുന്നേറ്റ് ആ ഒരു കോലത്തിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കണുള്ളൂ. അങ്ങനെ അപ്പച്ചട്ടിയൊക്കെ കൊണ്ടു കൊടുത്ത് ആ ചേച്ചി അപ്പച്ചട്ടിക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാൻ ഇനി നേരെ അടുക്കളയിലോട്ട്. അങ്ങനെ ഫസ്റ്റിൽ തന്നെ അരി അടുപ്പത്തങ്ങിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ ഒരു കൊച്ചു മൺകലത്തിലാണ് കേട്ടോ ഇപ്പം നമ്മൾ ചോറ് വയ്ക്കുന്നത്. ചില ദിവസം 2 ദിവസത്തേക്കുള്ള ചോറ് ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചാലും ഞാൻ വലിയ അലുമിനിയം കലത്തിലിടും. അപ്പോൾ ഇപ്പം ഇതിൽ മാത്രമാണ് ഇടുന്നത്. അങ്ങനെ മൺകലത്തിൽ വെള്ളമൊക്കെ എടുത്ത് അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നിന് ദോശ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ കേശക്കുട്ടനെ കൊണ്ടുകൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ആദ്യം ആ അടുപ്പിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് ഇപ്പുറത്തോട്ടാക്കി. ഇവിടെ ഇത് വെച്ചാൽ ഇതിലങ്ങ് ദോശ ചൂടാമല്ലോ. കാരണം ഈ അടുപ്പ് മാത്രമേ നമുക്ക് തീ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. മറ്റേതിൽ അങ്ങ് അറ്റത്തിരിക്കുന്ന അടുപ്പിൽ തീ കുറയ്ക്കുമ്പോൾ അതങ്ങ് കെട്ടുപോകും. നമ്മൾ വാങ്ങിച്ച സമയം തൊട്ട് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ, നമുക്കതിൽ തീ കുറയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കും അമ്മയ്ക്കും ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അടുപ്പ്. അങ്ങനെ അതിൽ ദോശക്കല്ലല്ല ദോശ തവയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ മാവെല്ലാം എടുത്ത് വെളിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് മാവ് കുറച്ച് ഒരു തണുപ്പ് മാറിയിരിക്കും. പിന്നെ ഇവിടെയും ഒരു ധൂപ് അങ്ങ് കത്തിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു മണം ഉണ്ടല്ലോ, വീടൊക്കെ ഇങ്ങനെ ഉണർന്നെണീച്ച് വരും പോലെ തോന്നും. ഇതുപോലെ ആ ധൂപമൊക്കെ കത്തിക്കുമ്പോഴേക്കും നല്ലൊരു ഫ്രഷ്നെസ് തോന്നും. അങ്ങനെ അത് അടുക്കളയിൽ ഒരെണ്ണം കത്തിച്ച് വെച്ചിട്ട് പിന്നെ ഇനി അങ്ങ് ദോശയൊക്കെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെ കേശുക്കുട്ടൻ പറഞ്ഞാണ് അമ്മ എഴുന്നേൽക്കുമ്പോൾ എന്നെ കൂടെ വിളിക്കണം, ഞാൻ രാവിലെ എഴുന്നേറ്റ് എക്സസൈസൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടം. ഇപ്പോഴേ ജിമ്മനാവണമെന്നൊക്കെയാണ് പറയണത്. അങ്ങനെ അതുപോലെ തന്നെ ആലപ്പുഴ ജിങ്കാന സിനിമ കണ്ടപ്പോൾ തൊട്ട് അവന് ബോക്സിങ് പഠിക്കണം. അങ്ങനെ ബോക്സിങ് കിറ്റൊക്കെ അവൻ്റെ അച്ഛനെ കൊണ്ട് ഓർഡറൊക്കെ ചെയ്യിച്ചിരിക്കുകയാണ്. ഇനി അത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ചോദിക്കും, ഇന്ന് വരൂ ഞങ്ങൾ സൺഡേ വരുള്ളൂ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയുമില്ല. ചില സമയം നമ്മൾ ഉയരെടുക്കും. അപ്പോൾ വിചാരിക്കും ഇതൊന്നും വേണ്ടിയിരുന്ന എല്ലാം ക്യാൻസൽ ചെയ്ത് കളയണമെന്ന്. മിക്കവാറും രാവിലെ ഇപ്പോൾ ആ ഒരു കോളിലാണ് എണീച്ച് വരുന്നത്. അവൻ ഇപ്പം തന്നെ ബോക്സിങ് കിറ്റ് വേണം. അങ്ങനെ
ദോശ ഉണ്ടാക്കാനായിട്ട്. ദോശമാവൊക്കെ ഒഴിച്ച് ഇന്ന് ആ ഒരു നെയ്യും കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു മണമാണല്ലോ. കേശുക്കുട്ടന് ഭയങ്കര ഇഷ്ടമുണ്ട് നെയ്യ് ഒഴിക്കുന്നത്, പക്ഷേ ചേട്ടന് അത്ര ഇഷ്ടമല്ല കേട്ടോ നെയ്യുടെ ആ ഒരു സ്മെല്ലേ. അങ്ങനെ ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്യണത്. എനിക്കും ഇഷ്ടമാണ് നെയ്യ് ഒഴിച്ച് ദോശ ഇടുമ്പോഴേക്ക് നല്ല ഒരു മയം പോലെ തോന്നുമല്ലോ ദോശ കാണാനായിട്ട്, നല്ല രസമായിട്ടിരിക്കും, നല്ലൊരു ടേസ്റ്റുമാണ്. പക്ഷെ ഈ മനുഷ്യന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. അങ്ങനെ ചായ ഇട്ട് ഒഴിക്കണമുണ്ട്, അവിടെ ദോശ ഒഴിച്ചിടണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരടുപ്പിൽ നമ്മൾ ചോറ് റെഡിയാവണതുകൊണ്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയും പോലെ 2 കൈ കൊണ്ട് നമ്മളൊരു 20,000 കാര്യങ്ങൾ ഒറ്റ സെക്കൻഡിൽ ചെയ്യുമല്ല. അത് നമുക്ക് മാത്രമുള്ള കഴിവാണ്. ഇപ്പോൾ ആണുങ്ങളാണ് ഈ സമയത്ത് അടുക്കളയിൽ കയറിയാൽ അവർ ദോശ ഇടാൻ പറഞ്ഞാൽ ദോശ മാത്രം ചുട്ട് വയ്ക്കും, അല്ലെങ്കിൽ ചായ ഇടാൻ പറഞ്ഞ് ചായ മാത്രം ഇടും. അവർക്ക് ഇങ്ങനെ 100 കാര്യങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാനായിട്ടൊന്നും പറ്റില്ലല്ലോ. അതിലൊക്കെ നമുക്ക് അഭിമാനിക്കാൻ കേട്ടോ, നമ്മളെ കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉള്ളൂ. അങ്ങനെ കേശുവിനെ കൊണ്ടുപോകാനായിട്ട് ഞാനാണെങ്കിൽ കുഞ്ഞൻ ദോശ ഉണ്ടാക്കും, നമുക്ക് കഴിക്കാനായിട്ട് വലിയ ദോശയും. ചേട്ടന് നല്ല മൊരിഞ്ഞ് വരുന്ന ദോശയാണ് ഇഷ്ടം. കേശുക്കുട്ടൻ്റെ നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ കേശുക്കുട്ടൻ്റെ ഫേവറേറ്റാണ്. അങ്ങനെ ഞാൻ ചായ ഒഴിച്ചും കൊണ്ട് അച്ഛനും മോനുമൊക്കെ കൊണ്ടു കൊടുത്ത് അങ്ങനെ ഉറക്കത്തിൽ കിടക്കണം, അവരെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചേ. അങ്ങനെ അച്ഛനും മോനും അല്ല, മോൻ ഉറക്കമാണ്, ചേട്ടന് ചായ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഡ്യൂട്ടി ഇവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എനിക്കും ചായ കുടിക്കണം. ഞാൻ എന്നും പറയുമല്ലോ എനിക്ക് സമാധാനമായിട്ടിരുന്ന് ചായ കുടിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഒരു കാലത്തും അത് നടക്കുമെന്ന് തോന്നണില്ല. വൈകുന്നേരം മാത്രമാണ് സമാധാനമായിട്ടൊന്ന് ചായ കുടിക്കുന്നത്. ഇപ്പോൾ അമ്മയും കൂടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വൈകുന്നേരം ചായ കുടിയേ മതിയാക്കി. ഒറ്റയ്ക്ക് ചായ കുടിക്കാൻ ഭയങ്കര മടി പോലെയാണ് വൈകുന്നേരം. അമ്മ ഉള്ളപ്പോഴാണെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴും അയ്യോ ചായ ഇട്ടില്ലല്ലോ എന്നൊരു തോന്നൽ വരെ. അങ്ങനെ എന്താ പറയാനായിട്ട് ദോശ, എൻ്റെ മറ്റേ വലിയ ദോശ ഇടുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ കുറേ നാളായി എടുത്തിട്ട് അത് അങ്ങനെ അങ്ങ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പരുവം പോയാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അതിലാണെങ്കിൽ 4 എണ്ണം പറപറ അങ്ങ് ചുട്ടെടുക്കാം. ഇപ്പം പിന്നെ എളുപ്പത്തിന് ഇതിലാണ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണത്. കേശുക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കുഞ്ഞൻ ദോശകളാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ ഞാനിങ്ങനെ ഇതിൽ തന്നെ 2 കുഞ്ഞൻ ദോശ ഒഴിക്കും. അപ്പോൾ മോന് കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ അതല്ലേ എളുപ്പം. വീട്ടിലാണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ, വലിയ ദോശ തന്നെ ഉണ്ടാക്കി കൊടുക്കണതേ. ചെറിയ മഴ ഇപ്പോഴും വെളിയിൽ പെയ്യണമുണ്ട്. അങ്ങനെ മോനുള്ളത് അവൻ്റെ പാത്രത്തിലോട്ടാക്കിയിട്ട് നേരത്തെ ഒരാൾ അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ, നമ്മളെ വെയിറ്റ് ചെയ്ത് അങ്ങനെ അവർക്കുള്ളതും കൂടെ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഞാൻ കൊടുത്തില്ലെങ്കിൽ ആ അടുക്കളയിലെ ജനലിൻ്റെ അവിടെ വന്നിരുന്ന് വിളിക്കും കേട്ടോ എന്നെ, അവർക്കുള്ള ആഹാരം കിട്ടിയില്ലല്ലോ എന്ന് അറിയിക്കാനായിട്ട്. അങ്ങനെ ഞാൻ 2 ദോശ അവിടെ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ തികയാതെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഇരുന്നാലും ഞാൻ അതങ്ങ് വെച്ച് കൊടുക്കും. അങ്ങനെ എല്ലാവരും അവിടെ വന്നിരിപ്പുണ്ട്. ഈ കൊടുക്കണത് തന്നെ നമ്മൾ കറുത്തവാവിൻ്റെ കറുത്തവാവല്ല കർക്കിടക ഇങ്ങനെ ഇതുപോലെ കാക്കയ്ക്ക് വെച്ച് കൊടുക്കുമല്ലോ, അന്ന് ഈ കാക്കകളെ ഒരു സ്റ്റൈല് കാണണം. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയായിരുന്നു നമുക്ക് കർക്കിടക വാവിന് ഈ സൈഡ് വെച്ച് കൊടുക്കാമെന്ന്. അവിടെ അവർ സ്ഥിരം വരുന്ന ആൾക്കാരായതുകൊണ്ട് വരുമായിരിക്കും. അന്ന് പിന്നെ എല്ലാവരും അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഗമയാണല്ലോ. നമ്മളിങ്ങനെ നോക്കിയിരിക്കുക, അയ്യോ വന്നൊന്ന് കഴിച്ചെങ്കിലെന്നും പറഞ്ഞിട്ട് അങ്ങനെ അതിനും കൊടുത്തിട്ടാണ്. അപ്പോഴേക്ക് വെള്ളം ചൂടായായിരുന്നു, നമ്മൾ അരി അടുപ്പത്തിട്ടിരിക്കുകയായിരുന്നല്ലോ, അരിയല്ല അരി ഇടാനുള്ള വെള്ളം. അങ്ങനെ ഇനി അരിയും കൂടെ കഴുകി അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ചമ്മന്തിക്കറി ഉണ്ടാക്കണമല്ലോ ദോശയ്ക്ക്. അങ്ങനെ ദോശയ്ക്കുള്ള ചമ്മന്തിക്കറിയാണ് കേട്ടോ ഇവിടെ റെഡി ആയത്. അപ്പോൾ ഈ പറയും പോലെ ഇപ്പോൾ തേങ്ങ തിരുവൽ കുറവാണ്. തേങ്ങ ഇങ്ങനെ കുത്തി ഇളക്കി എടുക്കലാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഉണക്ക തേങ്ങയാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ തിരുവുമ്പോഴേക്ക് ചിരവേന്ന് ഇളവി വരും. അങ്ങനെ ഒരു ചമ്മന്തിക്കറിയൊക്കെ റെഡിയാക്കി. ഇനി അതിലുള്ള താളിപ്പം കൂടെ ആയാൽ ചമ്മന്തിക്കറിയായി. അപ്പോൾ കേശുവിന് ഇന്ന് കൊടുത്തു വിടണത് ഇത് ദോശയാണ് കേട്ടോ. ദോശയും ചമ്മന്തിക്കറിയുമാണ് ഒരു പ്രാവശ്യത്തേക്ക് കൊടുത്തു വിടുന്നത്. പിന്നെ ഞാൻ മോന് വേണ്ടി മാത്രം കുഞ്ഞ ഇഡ്ഡലിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു നേരം ദോശയും ഒരു നേരം ഇഡ്ഡലിയും, അതാണ് കേശുവിൻ്റെ ഇന്നത്തെ മെനു. നമുക്ക് ദോശയും
അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല മൊരിച്ച് ഒരുപാട് നെയ്യൊക്കെ ഒഴിച്ച് നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ മോന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സ്കൂളിൽ അത് കൊണ്ടുപോകാൻ പറ്റണില്ലല്ലോ. പക്ഷേ ഇന്ന് എൻ്റെ അടുത്ത് ഒന്ന് പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഇന്ന് ചോറും മുട്ടയും തരുമെന്ന്. ഞാൻ പറഞ്ഞു, മക്കളെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റൂലല്ലടാ ചോറും മുട്ടയും. അവിടെ ഞാൻ പറഞ്ഞില്ല നോൺ വെജ് അലൗഡ് അല്ല സ്കൂളിലെ. അപ്പോൾ കേശു മറ്റേ സമ്മർ ക്യാമ്പിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചോറും മുട്ടയും കൊണ്ടുപോരുന്നു. ആ ഓർമ്മയിലാണ് വന്ന് പറഞ്ഞത്. എനിക്കാണെങ്കിൽ ചോറും എന്തെങ്കിലും കറികളൊക്കെ വെച്ച് കൊടുത്തു വിടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ച് കഴിക്കൂല, അവന് പാടല്ലേ അവന് കഴിക്കാനായിട്ട്. കുറച്ചുകൂടെയൊക്കെ വലുതായാൽ അങ്ങനെയൊക്കെ കൊടുത്തു വിടാം. ഇപ്പോഴും ഭയങ്കര മടിയാണ് ആൾക്ക്. അങ്ങനെ താളിപ്പൊക്കെ റെഡിയായി. ഇനിതാ അത് ചമ്മന്തിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഇനി ചമ്മന്തിക്കറി വെച്ച് അതുപോലെ തന്നെ ഇനി ഒരു മുളക് കറിയും കൂടെ വെക്കണേ. അപ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇടമുളക് കറി. ഇവിടുത്തെ അമ്മയുടെ സ്പെഷ്യലാണ് ഇടമുളക് കറി. ഇപ്പോഴാണ് ഞാനത് വെക്കാനായിട്ട് പഠിച്ചത്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, ഭയങ്കര സിമ്പിൾ, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് അങ്ങനെയുള്ള കറികളായിരിക്കും ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മുടെ കൈക്ക് വഴങ്ങുക. പക്ഷെ എന്തിന് വഴങ്ങാത്തത്, അമ്മ അത് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കും. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോഴേക്കും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ലായിരുന്നേ. നമുക്ക് വലിയ ഭയങ്കര റെസിപ്പിയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കും. ഈ കുഞ്ഞൻ കറികൾ അതൊരു പ്രത്യേക ഓരോരുത്തരുടെ കൈപ്പുണ്യാണെന്ന് തോന്നുന്നത്. അതിൻ്റെ ആ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ നമ്മുടെ ചമ്മന്തിക്കറി റെഡിയായി. അപ്പോഴാണ് ആ ഒരു മുളക് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് കായം വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ കായം സ്റ്റോക്കില്ല. അങ്ങനെ ഞാൻ അപ്പുറത്തെ ചേച്ചിയെ വിളിച്ചതാണ് കായത്തിന് വേണ്ടി. നടക്കാൻ ചിലപ്പോൾ പറയും. അങ്ങനെ ഈ പറഞ്ഞതുപോലെ മുളക് കറി ഉണ്ടാക്കാനായിട്ടുള്ള മുളക് കറി ഉണ്ടാക്കണമെങ്കിൽ അതിൽ കുറച്ച് കായ ഇടണം കേട്ടോ. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ കായ ഇല്ലായിരുന്നു. അങ്ങനെ ആ ചേച്ചി ഇരുന്ന പൊടിക്കായമായിരുന്നു ചേച്ചിയുടെ കയ്യിലുള്ളത്. അങ്ങനെ കുറച്ച് കായപ്പൊടിയൊക്കെ കൊണ്ട് തന്ന് അങ്ങനെ ഇനി അതും കൂടെയൊക്കെ ഇട്ടിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ കടുക് താളിച്ചിട്ട് അതിൽ നമ്മുടെ സവാള ഉണ്ടല്ലോ, സവാള കൊത്തി എരിഞ്ഞ് അതിലോട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഒരല്പം കായവും മുളക് പൊടിയും കൂടെ, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടാൽ മതി. ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ച് നെയ്യ് ഒന്ന് തെളിഞ്ഞ് വരണം. ഇത്രയേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര സിമ്പിളാണ് കറി. പക്ഷേ അത് ചില സമയം വെച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല. ഇപ്പം ഞാനും ഇതിൽ കുഴപ്പമില്ലാതെ വെച്ച് തുടങ്ങി. നല്ല ടേസ്റ്റാണ്. ചേട്ടൻ ഭയങ്കര ഇഷ്ടം. ഇവിടേക്ക് നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ തട്ടുദോശയൊക്കെ വാങ്ങുമ്പോഴേക്കും ഇതുപോലൊരു മുളക് ചമ്മന്തി അല്ലെങ്കിൽ മുളക് കറി മസ്റ്റാണ് അതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ അതും അങ്ങ് റെഡിയായി. നമ്മൾ അരി ഏകദേശം ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ജോലികളൊക്കെ ഏകദേശമായി. കേശുക്കുട്ടനെ പല്ല് തേക്കാനൊക്കെ എടുത്ത് കൊടുത്തിട്ട് വന്നപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കണ കണ്ടത്. അവർ രണ്ടാളും അവരുടെ മക്കളെ കൊണ്ട് സ്കൂളിൽ അയക്കാനായിട്ട് പോയതിന് ശേഷം അവിടെ വന്ന് നിൽക്കണതാണ് കേട്ടോ. നല്ല വെച്ചാണല്ലേ, ഇന്നലെ കരഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇന്നലെ കരച്ചിലൊന്നും കേട്ടില്ല. ഇനി തൊട്ട് കൊച്ചു നല്ല വെച്ചാണ്. കൊച്ചിന്റെ കരച്ചില് കേൾക്കൂല. കൊച്ചാൻ കൊച്ചല്ലേ, നല്ല വെച്ച പറയണില്ലല്ലേ. വയ്യാതെ കൊണ്ട് ഫ്രണ്ട് കാണാൻ വന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട്. അതാരുടെ അവിടെ ചവിട്ടല്ലേ പല്ലുതേം കൊണ്ട് സമയം പോയി. അവനാണ് ആദ്യം നമ്മൾ കാണിച്ചു തരാത്തുണ്ടാവും. പെട്ടെന്ന് തന്നെ ശ്രീകുട്ടി അവിടെ ഉണ്ട്, പറഞ്ഞാൽ മതി. ഞാൻ നല്ല മുട്ട വാങ്ങിക്കാം. ചേച്ചി അവിടെ പപ്പയ്ക്ക് ഉണ്ടായി.
വിലയില്ല. അതൊക്കെ നല്ലതൊക്കെ എനിക്ക് അറിയില്ലേ. അത് തന്നെ. കറി പിഞ്ചാ നല്ല രുചി. ഞാൻ ഒരു ദിവസം നടക്കാൻ ആ തോർത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നിട്ട് കേശുക്കുട്ടൻ പല്ലൊക്കെ തേച്ച് കയറിയിട്ടുണ്ട്. ഇനി കേശു കുളിച്ച് ഒരുങ്ങി സ്കൂളിൽ പോകണം. അപ്പോഴേക്കും ഞാൻ കേശുവിന് കൊണ്ടുപോകാനുള്ള സാധന സാമഗ്രികളെല്ലാം എന്തായാലും 5 ബാഗിലാക്കി പാക്ക് ചെയ്തിട്ടുണ്ട്. ജോലി പെട്ടെന്ന് തീരുമ്പോഴേക്കും ഒരു സമാധാനമാണ്. ഇതുപോലെ കുറേ സമയം ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റുമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ ഒരു വെപ്രാളമാണ്. പിടച്ചടിച്ച് ഓരോന്നും ചെയ്യേണ്ടി വരുമെന്ന് പറയുമല്ലോ, അതുപോലെയാണ് കാര്യങ്ങൾ. അങ്ങനെ എല്ലാ സംഭവങ്ങളും എന്താ പാക്ക് ചെയ്ത് കേശുവിൻ്റെ ലഞ്ച് ബാഗിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തോ വലിയൊരു ജോലി അങ്ങ് തീർന്നതുപോലെയാണ്. അതുപോലെ കേശുവിൻ്റെ ഈ ലഞ്ച് ബാഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞെന്നുള്ളത് അത്രയ്ക്ക് അങ്ങോട്ട് കുഴപ്പമില്ല, എന്നാലും ഇത് കുറേ കൂടെ സ്റ്റാൻഡേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. കുറച്ചും കൂടെ ഇങ്ങനെ കോമ്പാക്റ്റും കൂടെയാണ്. അങ്ങനെ കേശുക്കുട്ടൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നേരെ തമ്പാച്ചി തൊഴാനായിട്ട് പോണതാണിത്. ആദ്യം കുറേ ആക്ഷനൊക്കെ കാണിക്കും. അവിടെ പോയി നിന്ന് ഞാൻ പോയി തൊഴു മോനെ എന്ന് പറയുമ്പോഴേക്ക് കുറേ ആക്ഷനൊക്കെ കാണിക്കും. എന്നിട്ട് കൃഷ്ണനുമായിട്ട് വഴക്ക് വിടും. കൃഷ്ണൻ ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ കൃഷ്ണ, അമ്മയുടെ അടുത്ത് പറയും കൃഷ്ണ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തോ കൂട്ടുകാരെ പോലെ നമ്മൾ സംസാരിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കുമ്പോഴേക്ക്. നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണുമല്ലോ, അതുപോലെ എനിക്ക് തോന്നി. കേശു പോയി നിന്ന് കൃഷ്ണൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയണത് കേൾക്കുമ്പോഴേ. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുകയാണ്. കൈ ഉറിഞ്ചൊക്കെ ഒരു മാറ്റവും ഇല്ല. ഇത് കാണുമ്പോൾ ഇപ്പം നിങ്ങൾ ചോദിക്കും അയ്യോ ഇതൊരു കൊച്ചിൻ്റെ കൈ കൂടി മാറിയില്ലേന്ന്. എന്നെ കൊണ്ട് ഒരു രക്ഷയും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോഴത്തേക്കും പറയണത് എന്തെന്നറിയാമോ, അമ്മ എനിക്ക് ക്ഷീണം തോന്നുമ്പോഴാണ്, ഉറക്കം വരുമ്പോഴാണ്, അല്ലെങ്കിൽ വിശക്കുമ്പോഴൊക്കെയാണ് ഞാൻ ഇങ്ങനെ കൈ കുടിക്കണതെന്ന്. അപ്പോഴേക്ക് നമ്മുടെ ഇവിടെ കടയുടെ അടുത്തുള്ള ചേച്ചി പറഞ്ഞായിരുന്നു കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ കൈ കുടിക്കുമ്പോൾ അതിൻ്റെ കൈയുടെ തുമ്പിന്ന് പാല് വരുമെന്ന്. ചേച്ചി ചുമ്മാ പറഞ്ഞതാണ്. കേശുക്കുട്ടൻ ഇപ്പോൾ അത് ഏറ്റുപിടിച്ചിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ കൈ കുടിക്കുമ്പോഴേക്ക് അതിൽ നിന്ന് പാല് വരുമെന്നാണ് കേശുക്കുട്ടനും പറയണത്. അങ്ങനെതാ എൻ്റെ കൊച്ചു സ്കൂളിൽ പോകാൻ റെഡി ആയിരുന്നപ്പോൾ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ചേട്ടനും റെഡിയായി. ഇനിയിപ്പോൾ എന്തായാലും കാർ എടുത്താലേ പറ്റുള്ളൂ. മറ്റന്നാണെങ്കിൽ റെയിൻകോട്ട് ഇട്ട് പോകാമെന്ന് പറഞ്ഞ് അച്ഛനും മോനും റെഡിയായി ഇറങ്ങിയതാണേ. അപ്പോൾ മഴ ഒരു രക്ഷയും ഇല്ല. അങ്ങനെ ഇന്ന് ഈ സമയത്താണ് അച്ഛനും മോനും കുളിച്ച് വന്ന് തൊഴുതതിന് ശേഷമാണ് ഞാൻ വിളക്ക് അണച്ച് വെക്കണത് കേട്ടോ. വിളക്ക് അണച്ച് അതെല്ലാം ആ വിളക്കെല്ലാം എടുത്ത് അകത്ത് വെച്ചിട്ട് ഈ ഡോറങ്ങ് അടച്ചിട്ട് പിന്നെ ഇനി വൈകുന്നേരം തുറക്കുകയുള്ളൂ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ അങ്ങ് 1-ാം തീയതിയൊക്കെയാണ് പൂക്കളൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഡോർ അടയ്ക്കില്ല, ഇങ്ങനെ അങ്ങ് വെച്ചിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം പോലെയാണല്ലോ, അവർ നോക്കിക്കൊണ്ടിരിക്കും പോലെ തോന്നും. അങ്ങനെ ചേട്ടന് ഇതാ കാപ്പി കുടിക്കാൻ, അല്ലെങ്കിൽ കേശുവിനെ കൊണ്ട് ആക്കിയിട്ട് വന്നിട്ടാണ് കാപ്പി കുടിക്കണത്. ഇന്നിപ്പോൾ ഇറങ്ങാൻ പറ്റാതിരിക്കുകയല്ലേ മഴ കാരണം. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ കാപ്പി കുടിച്ചില്ല കേട്ടോ. എനിക്ക് എന്തോ രാവിലെ ഭയങ്കര പാടാണ് പെട്ടെന്ന് കാപ്പിയൊക്കെ കുടിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറയുമ്പോൾ എനിക്കൊരു സമാധാനത്തിൽ ഇതൊക്കെ ചെയ്യണം. അതിനുള്ള ഇത് കിട്ടൂല ചിലപ്പോൾ രാവിലെ. അങ്ങനെ കേശുക്കുട്ടനെ കൊണ്ടുപോകാനായിട്ട് ഞാനും കൂടെ ഇന്ന് പോവുകയാണ്. കാരണം കാറിലാകുമ്പോഴേക്ക് ചേട്ടനെ പാർക്ക് ചെയ്ത് പിന്നെ കേശുക്കുട്ടനെയും കൊണ്ട് ഇറങ്ങി പോകാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം അച്ഛനും മോനും കൂടെ തന്നെയാണ് പോണത്. അങ്ങനെ 3 ആളും കൂടെ ഇറങ്ങി. കുറച്ച് മഴ ഒന്ന് തോന്നപ്പോഴേക്ക് ഇറങ്ങി. ഇറങ്ങണത് വരെ ഒരു പുകിലാണ് കേട്ടോ. അവിടെ 3 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായിരിക്കും എന്തെങ്കിലും കാര്യത്തിന്. ഒരു ഓളമാണ്. പിന്നീട് അച്ഛനും മോനും അങ്ങ് പോയി കഴിഞ്ഞാൽ കുറേ സമയം എനിക്ക് എന്തോ പോലെ തോന്നും. വീട്ടിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഭയങ്കര സൈലൻ്റ് ആവും പോലെയാണ്. ആ ഒരു ഇരപ്പും ബഹളവും ഒക്കെ കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കുള്ള ആ ഒരു സൈലൻസ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു ഇതാണ്. അങ്ങനെ ഗേറ്റ് തുറന്ന് ചേട്ടൻ വണ്ടി അങ്ങ് തിരിക്കാനായിട്ട് കാറ് വളയ്ക്കാനായിട്ട് കൊണ്ടുപോയി. ഞാൻ വീണ്ടും ഗേറ്റൊക്കെ അടച്ച്. ഇപ്പോൾ പൂട്ടണില്ല, നമ്മളിപ്പോൾ തന്നെ തിരിച്ചു വരും, അതുകൊണ്ട് പൂട്ടണില്ല. ഇനി എന്നെ കൊണ്ടാക്കിയിട്ട് ചേട്ടാ നേരെ കടയിൽ പോവും. ഞാൻ നിന്ന വേഷത്തിൽ ഇറങ്ങിയാണ്. പെട്ടെന്നാണ് ഞാനും കൂടെ പോകണം എന്നുള്ള പ്ലാൻ വന്നത്. അപ്പോൾ എനിക്കിന്ന് ചോറ് വെക്കണം, മീനൊക്കെ വെക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ കുറച്ച് ജോലികളൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ വീണ്ടും പോവും. അങ്ങനെ കാറൊക്കെ എത്തി. ഞാനും കേശുക്കുട്ടൻ. അപ്പോൾ കേശുക്കുട്ടൻ പുറകെ കയറിയപ്പോഴേക്ക് ഞാനും കൂടെ ഇന്ന് കേശുവിൻ്റെ കൂടെ ബാക്കിലാണ് കയറിയത്. ആദ്യം ഭയങ്കര മടിയാണ്. കേശുക്കുട്ടൻ ബാക്ക് സീറ്റിൽ ഇരിക്കൂല, എൻ്റെ മടിയിൽ ഇരിക്കുള്ളൂ. ഇപ്പം മോൻ്റെ ആ ശീലമൊക്കെ അങ്ങ് മാറി കേട്ടോ. പുറകെ ഇരിക്കാൻ പറഞ്ഞാൽ മോനിപ്പോൾ പുറകെ ഇരിക്കുക. എനിക്ക് മടിയിൽ ഇപ്പോൾ ഇരിക്കുമ്പോഴേക്ക് ഫ്രണ്ട് കാണാൻ പറ്റൂല.
അങ്ങനെ മോൻ ബാക്കിൽ കയറിയപ്പോൾ എനിക്ക് ഇങ്ങോട്ട് എന്തോ ഒരു മോൻ്റെ നമുക്ക് പ്രത്യേക ഒരു സ്നേഹം തോന്നുമല്ലോ. അങ്ങനെ ഞാനും കൂടെ മോൻ്റെ കൂടെ ഇരുന്ന്. അപ്പോൾ ഇന്ന് മഴ ആയതുകൊണ്ട് മിക്കവാറും പേര് ലേറ്റായിട്ടായിരിക്കും വരണത്. കേശുക്കുട്ടന് 8:30 മണി ആയി കേട്ടോ ഞങ്ങൾ സ്കൂളിൽ എത്തിയപ്പോഴേക്ക്. അങ്ങനെ ആളിതാ ബാഗൊക്കെ തൂക്കി കയറി പോവുകയാണ്. ഇനി കൊണ്ടാക്കിയിട്ട് വീടെത്തി കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അടുത്ത് വിളിക്കാൻ പോകുന്ന സമയമാകും പോലെ തോന്നും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയതാണ്. ആ കേശുക്കുട്ടൻ്റെ സ്കൂളിലോട്ടുള്ള റോഡാണ്. അത്രയും പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. മഴയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നമ്മളിപ്പോൾ സ്കൂട്ടറിലൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് റോഡ് പോകും പോലെയാണ് പോണത്. കേശുക്കുട്ടൻ പറയാം അമ്മ ഓഫ് റോഡെന്ന്. അങ്ങനെ ഞങ്ങളിതാ എന്നെ കൊണ്ട് തിരിച്ചാക്കിയിട്ട് ചേട്ടൻ കടയിലോട്ട് പോയി. അങ്ങനെ കൊഴിയാള മീനാണ് ഇരുന്നത്. ഞാനിതങ്ങ് വറുക്കാമെന്ന് വിചാരിച്ച് പൊതിച്ചോറാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണേ. അങ്ങനെ മീനെല്ലാം കൂടെ അങ്ങ് വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ജോലി തീർത്തിട്ട് എനിക്കും പോകണം. ഇനിയിപ്പോൾ ചേട്ടനെ എന്നെ വിളിക്കാൻ വരണത് പാടായിരിക്കും. കാറും കൊണ്ട് പോകുമ്പോൾ നമ്മൾ സ്കൂട്ടർ പോലെ പറ്റൂലല്ലോ കാറും കൊണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കൊക്കെ. മറ്റേത് നമുക്ക് ഓടി ഓടി പോവാമല്ലോ. അങ്ങനെ ഇനി ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഓട്ടോ വിളിച്ച് പോകാമെന്നാണ് ഞാൻ വിചാരിക്കണത്. അങ്ങനെ പെട്ടെന്ന് മീനൊക്കെ അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ട് ഇനി ഇത് വേണമല്ലോ, എന്തോന്ന് പൊതിച്ചോറുണ്ടാക്കണമെങ്കിൽ വാഴയില വേണമല്ലോ. ഇപ്പം ഞാൻ കുറേ നാളായി കേട്ടോ വാഴയിലക്കൊക്കെ പോയിട്ട്. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു തോരനും കൂടെ വയ്ക്കാമെന്ന് പറഞ്ഞ് പെരുമ്പയർ എടുത്ത് കുക്കറിൽ വെച്ചിട്ട് വാഴയില എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്ത് കാര്യത്തിനും ഓടിപ്പോയി വാഴയില എടുക്കുമായിരുന്നു. ഇപ്പോൾ സമയക്കുറവുകൊണ്ട് അങ്ങോട്ട് പോകാറേ ഇല്ല. ഞാൻ വാഴയില എടുക്കാൻ പോകാത്തതുകൊണ്ട് തന്നെ വാഴയൊക്കെ നന്നായിട്ട് നല്ല ഇലയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. ആ കാ എന്താണെന്ന് മനസ്സിലായ? അതാണ് കിളിമരം, അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിൻ്റെ പേര്. നിറയെ കിളികൾ വരും. അതിങ്ങനെ അത് കാച്ചു നിൽക്കുമ്പോഴേക്ക് നിറച്ച് കായ്ക്കും. ഇതിപ്പോൾ അവിടെ ഒരു വലിയ മരമായിട്ടിരിക്കുകയാണ്. തണൽ മരമായിട്ട് മിക്ക ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇതുപോലത്തെ ഒരു മരം കാണാമല്ലോ. ഇതുണ്ടെങ്കിൽ പിന്നെ അവിടത്തേക്ക് തണലിൻ്റെ കാര്യം ഒന്നും നോക്കണ്ട, ഭയങ്കര തണലും ആയിരിക്കും. ഇതിലങ്ങ് നിറയെ കാച്ചു കിടക്കുകയാണ്. നിറച്ചെന്ന് വെച്ചാൽ മരം അങ്ങോട്ട് നല്ല വലുതായിട്ട് നിറയെ കാച്ചു കിടക്കുകയാണ്. അതിൻ്റെ ആ കാ കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റൊന്നും അല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ. എനിക്കെന്തോ വേറൊരു ഇതുപോലെയാണ് അത് തോന്നണത്. അങ്ങനെ കാച്ചു കിടക്കണ കാണുമ്പോഴേക്കും ഇതിലിപ്പോൾ എന്നും ഒരു കുയിൽ വരുമായിരുന്നു. എപ്പോൾ നോക്കിയാലും കുയിൽ അതിലിരുന്നിട്ട് എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ കുയിലിനെ കാണാനില്ലേ. അല്ലെങ്കിൽ നേരെ വെളുക്കുമ്പോൾ തുടങ്ങണതാണ്, ഇരുട്ടണത് വരെ അതിൻ്റെ ടേസ്റ്റ് അല്ല അതിൻ്റെ ആ ഒരു പാട്ട് കേൾക്കാമായിരുന്നു. അങ്ങനെ ചേച്ചി കുഞ്ഞോളേച്ചി പറയുകയാണ് ചേച്ചി മിക്കവാറും കഴിക്കും, ഷുഗറിന് നല്ലതാണെന്നാണ് പറയണതെന്ന്. ഇപ്പോൾ പിന്നെ ഏത് സംഭവം കിട്ടിയാലും ഉടനെ ആൾക്കാർ പറയുമല്ലോ അത് കഴിച്ചാൽ ഷുഗറിന് നല്ലതാണെന്ന്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ അത് വിശ്വാസമൊന്നും തോന്നിയില്ല. അങ്ങനെ ഞാൻ വാഴയില എടുക്കാൻ വന്നപ്പോഴാണ് അത് കണ്ടും കൊണ്ട് അവിടെ നിന്നത്. അങ്ങനെ വാഴയില ഞാൻ പറഞ്ഞില്ല ഞാനിങ്ങോട്ട് വരാത്തത് കൊണ്ട് വാഴയിലെല്ലാം നല്ല ഇലയും വെച്ച് നിൽപ്പുണ്ട്. അങ്ങനെ വാഴയില എടുക്കുകയാണ്. അപ്പോൾ ചേച്ചി പറയണുണ്ട് ചേച്ചി ഇപ്പോൾ എടുക്കും, ചേച്ചിയുടെ മോന് ചോറ് കൊടുത്ത് വിടാൻ വേണ്ടി വാഴയില എടുക്കാറുണ്ടെന്ന്. എന്നാലും ഒരുപാട് വാഴയില നിൽപ്പുണ്ട്. ഇടയ്ക്ക് നല്ല വെളിയായിട്ട് കിടന്നതാണ്. ഇപ്പോൾ വാഴയെല്ലാം കൂടെ നിറയെ ഇലയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഓണം വരെയില്ലേ, ഓണം വരണുണ്ട്, കർക്കിടക വാവ് വരണുണ്ട്. അപ്പോൾ നമുക്ക് വാഴയിലയുടെ ആവശ്യങ്ങൾ കൂടുതലല്ലേ. അങ്ങനെ വാഴയിലേക്ക് എടുത്തിറങ്ങിയപ്പോഴേക്കും അത് അടുത്ത മഴയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മഴ അങ്ങനെയല്ലേ, ചാറിയിട്ടല്ലല്ലോ പെയ്യണത്. ഒരു കോള് വരും, അയ്യോടോ അങ്ങ് പെയ്യാണല്ലോ. അങ്ങനെ ഞാൻ എന്താ വാഴയില എടുത്തുകൊണ്ടിരുന്നപ്പോഴേ പെട്ടെന്നൊരു കോള് മാറ്റം ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയായിരുന്നു അവിടെ നിന്ന് 2 ചോട് വെച്ചാൽ മതി എൻ്റെ വീട്, പക്ഷേ വീടെത്തുമ്പോൾ ഇപ്പോൾ ഈ മഴ എന്നെ നനയ്ക്കുമെന്ന്. അങ്ങനെ മഴ വന്നപ്പോഴേക്ക് ചേച്ചി ഓടി വീട്ടിൽ പോയി. ഞാൻ എന്താ വാഴയില എടുത്ത് ഇറങ്ങിയത് മഴ ഉറയ്ക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് വാഴയില തലയിൽ വെച്ചും കൊണ്ട് ഓടി വീട്ടിൽ വന്ന് ഇനി വാഴയില ഒന്ന് വാട്ടിയെടുക്കണമല്ലോ. പണ്ടൊക്കെ അമ്മയൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അടുപ്പിലിങ്ങനെ തീ കാഞ്ഞ് നമ്മൾ ആഹാരമൊക്കെ വെച്ചതിന് ശേഷം നല്ല കണൽ കിടക്കുമല്ലോ വിറകടുപ്പിൽ, അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് വാഴയില വാട്ടിയെടുക്കണത്. ഇപ്പം നമുക്ക് അതിനൊന്നും പറ്റൂലല്ലോ. നമ്മൾ വാഴയില വാട്ടണമെങ്കിലും ഗ്യാസ് കത്തിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഗ്യാസൊക്കെ കത്തിച്ച് വാഴയിലേക്ക് വാട്ടിയെടുക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ ഒരു ചോറ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ തോന്നുമല്ലോ. അങ്ങനെ വാഴയില പേപ്പറിൽ വെച്ചിട്ട് നല്ല ചോറ്, നല്ല ചൂട് ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ കുറച്ച് ചോറും ഇട്ട് കൊടുത്ത്. ഇപ്പം ഇന്ന് എനിക്ക് വേറെ വലിയ കറികളൊന്നുമില്ല. പൊതുച്ചോറിന് അങ്ങനെ വലിയ കറികൾ വേണമെന്നൊന്നും ഇല്ലല്ലോ. വാഴയിലയിൽ ചോറും അതുപോലെ തന്നെ കൊഴിയാള പൊരിച്ചതും ചമ്മന്തിയും പെരുമ്പയർ തോരനും അച്ചാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അച്ചാർ വെക്കാനായിട്ട് മറന്നുപോയി.
അപ്പോൾ മഴ വീണ്ടും തകർത്ത് പെയ്യണേ. പിന്നെ മറ്റേ കാന്താരി ഉപ്പിലിട്ടതുണ്ടായിരുന്നു. ഇത്രയും ആയപ്പോഴേക്ക് പൊതിച്ചോറ് സൂപ്പറായിട്ട് ഞാൻ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു മഴ പെയ്തങ്ങ് തോർന്ന് കേട്ടോ. തോർന്ന് എന്ന് പറയാൻ പറ്റൂല, തോന്നുകൊണ്ട് വരണതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പൊതിച്ചോറൊക്കെ അവിടെ റെഡിയായി. 2 പൊതിയാണല്ലോ എടുക്കാനുള്ളത്, ഒരെണ്ണം എനിക്ക് ഒരെണ്ണം ചേട്ടനും. അപ്പോൾ ഞാൻ അവിടെ റബ്ബർ ഉണ്ടല്ലോ, റബ്ബർ ബാൻഡ് എല്ലാം കൂടെ അതിൻ്റെ ആ പിടിയിൽ എന്താ പറയണ്ട, ആ ഡോറിൻ്റെ പിടിയിലിട്ടിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ എന്തെങ്കിലും ഒരു കാര്യത്തിന്. അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് നോക്കിയാൽ വീട്ടിൽ ഒരെണ്ണം പോലും കാണൂല. എന്നാൽ എല്ലാ ദിവസവും 1-2 റബ്ബർ ബാൻഡ് ഏതെങ്കിലും രീതിയിൽ വീട്ടിൽ വരികയും ചെയ്യും. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങനെ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എളുപ്പമാണേ. അങ്ങനെ അതൊക്കെ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞെടുത്ത് ഇനി ഇവിടെ എല്ലായിടും അടച്ചു പൂട്ടി ഇറങ്ങണതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമം, എനിക്ക് ഭയങ്കര ഒരു മെനക്കേട് പോലെ തോന്നും വീട് അടച്ചു പൂട്ടി ഇറങ്ങണതും തിരിച്ചു വരുമ്പോഴേക്ക് വീടിങ്ങനെ അടഞ്ഞു കിടക്കണതും ഒക്കെ കാണുമ്പോഴേ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അടുക്കളയെല്ലാം ഒതുക്കിയതാ. തൊട്ടടുത്തുള്ള വീട്ടിലെ ചേട്ടനാണ് കേട്ടോ വന്നത് ഓട്ടോയായിട്ട്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കടയിലോട്ട് പോവുകയാണ്. അല്ല, നമ്മൾ എവിടെയെങ്കിലും നിന്ന് മഴ വരുമെന്ന് പറയുന്നു. അങ്ങനെ കടയിലെത്തിയപ്പോഴും മഴ തന്നെ കേട്ടോ. ഞാൻ വന്നിറങ്ങിയ സമയത്ത് മഴയില്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര മഴ. ഇന്നത്തെ ഈ ഒരു ദിവസം മഴയോട് മഴയായിരുന്നു. ചില ദിവസം അങ്ങനെയാണല്ലോ, നേരം വെളുത്താൽ രാത്രി വരെ നിർത്താതെ മഴ പെയ്യുമല്ലോ. അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഭയങ്കര മഴ. കടയിൽ വന്നപ്പോഴാണെങ്കിൽ എനിക്ക് പിന്നെ ഭയങ്കര വിശപ്പ്. ഞാൻ പറഞ്ഞില്ല രാവിലെ ഞാൻ ദോശയൊന്നും കഴിച്ചില്ലെന്ന്. പിന്നെ പൊതിച്ചോറും കൂടെ ആകുമ്പോഴേക്കും ഒരു പ്രത്യേക വിശപ്പും കൂടെ വരുമല്ലോ. അങ്ങനെ ഇനി ഇതാ ചോറ് പൊതിയെ കഴിച്ചിട്ട് ഇനി ചോറ് കഴിക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ വ്ളോഗിൽ ഇടയ്ക്കിടയ്ക്ക് ഫോണിൻ്റെ ബെല്ലടി, ആ ഒരു റിംഗ് ട്യൂണ് കേൾക്കാൻ പറ്റും. വേറെ ഒന്നുമല്ല കേട്ടോ, എനിക്കിങ്ങനെ ഞാനിങ്ങനെ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും എനിക്ക് നമ്മുടെ ഓയിലിൻ്റെ ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ആ ഒരു റിംഗ് ട്യൂണും കൂടി ഇതിൻ്റെ ഇടയിൽ കയറി വരണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കേശുക്കുട്ടന് നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കേശുക്കുട്ടനെ സ്കൂളിൽ നിന്ന് വിളിച്ചും കൊണ്ട് വന്നിട്ട് നമ്മൾ നേരെ കേശുവിന് ഡ്രസ്സ് എടുക്കാനാണ് പോണത്. അപ്പോൾ കേശുവിന് നാളെ സ്കൂളിൽ ഫ്രൂട്ട് സലാഡ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ FBയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേശുക്കുട്ടൻ മാംഗോ ആയിരുന്നു കട്ടൗട്ട് കൊണ്ടുപോകാനുള്ളത്. അപ്പോഴും കേശുവിന് ഡ്രസ്സും വേണം, യെല്ലോ ഡ്രസ്സൊക്കെ എല്ലാം ചീത്തയായിപ്പോയി ഉള്ളതെല്ലാമേ. അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ടാണ് ഞങ്ങൾ കഴക്കൂട്ടത്ത് വന്നത്. അങ്ങനെ അവിടെ കയറി ഡ്രസ്സൊക്കെ ഒരു യെല്ലോ ടീഷർട്ടൊക്കെ വാങ്ങി, പിന്നെ കേശുവിനൊരു പാൻസും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാൻസൊക്കെ എടുത്ത് നല്ല നല്ല ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സ്റ്റൈൽ യൂണിയൻ എന്ന് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഷോപ്പിൻ്റെ പേര്. നമ്മൾ സ്റ്റുഡിയോ നോക്കി പോയതാണ്, പക്ഷേ ഇത് കണ്ടപ്പോഴേക്കും ഇവിടെ കയറി നല്ല നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് രാത്രി ആയപ്പോൾ പിന്നെ നമുക്ക് ഇതാണല്ലോ ഡ്യൂട്ടി, നാളത്തേക്കുള്ള കട്ടൗട്ട് തയ്യാറാക്കേണ്ടേ കേശുക്കുട്ടനുള്ളത്. കഴിഞ്ഞ വർഷവും കേശുക്കുട്ടൻ്റെ മാംഗോ തന്നെയായിരുന്നു. ഈ വർഷം എനിക്ക് എന്തെങ്കിലും വെറൈറ്റി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കിട്ടിയത് മാംഗോ തന്നെ. അങ്ങനെ എന്തായാലും കിട്ടിയതിരിക്കട്ടെ. ടീച്ചറോട് വിളിച്ച് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ മാറ്റി തരുമായിരുന്നു. പിന്നെ എനിക്കിനി അതിനുള്ള സമയവും ഇല്ല. മാറ്റി വാങ്ങിച്ചാൽ ഇതാകുമ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ചെയ്തിട്ടെ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിലുള്ള കുറവുകളൊക്കെ നികത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ ചെയ്യാനായിട്ട് പോണത്. അങ്ങനെ കേശുക്കുട്ടൻ കൂടെ തന്നെ ഉണ്ട്. എനിക്ക് അവനും കൂടെ കാണണം അമ്മ, ഞാനും കൂടെ വന്നിട്ട് ചെയ്യാവോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ മോൻ. അതുകൊണ്ട് ഞാൻ മോനും കൂടെ ഉള്ള സമയത്താണ് ചെയ്തത്. അങ്ങനെ രാത്രി എല്ലാം ചെയ്ത് വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അങ്ങനെ അതുപോലെ തന്നെ 1 കിലോ മാംഗോയും കൊണ്ടുപോകണമായിരുന്നു. കേശുവിന് കൊണ്ടുപോകാനുള്ള ഫ്രൂട്ടും മാംഗോ ആയിരുന്നു. അങ്ങനെ ആൾ പോകാനായിട്ടൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.